ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീറ്റ് വന്നു, റേഡിയോ ഒക്കെ വെച്ചു, വെള്ളമൊക്കെ കുടിച്ചു. ദേ നമ്മൾ അരിയൊക്കെ ഇട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ ശരിക്കും പെണ്ണുങ്ങൾക്കൊക്കെ എണീറ്റ് വന്നാൽ എന്തോരം പണികളല്ലേ. കാരണം ജോലിക്ക് പോകണുണ്ടെങ്കിലും ജോലിക്ക് പോകണില്ലെങ്കിലും എല്ലാം പെണ്ണുങ്ങളുടെ ജോലി ഒരിക്കലും തീരണില്ല. അപ്പോൾ എന്തായാലും നമുക്കൊക്കെ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അന്നന്നത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടേ നമുക്ക് ജോലിക്ക് പോയേ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ എന്താ പറയുക, എനിക്കും കുഞ്ഞിക്കൊക്കെ ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ തക്കാളിക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ അത് സംഭവങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി. അതിനുശേഷം കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് കുക്കറിലേക്ക് കയറ്റി. കാരണം കടലയ്ക്ക് വേവ് കൂടുതലായതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ തക്കാളിക്ക് ആണ് ആദ്യം വെച്ചത് കേട്ടോ. പിന്നെ ഞാൻ ഉപ്പുമാവിനുള്ളത് എല്ലാം അരിഞ്ഞു വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ കടലയ്ക്കുള്ളതും ആ കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ദേ കാപ്പി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ വെളുപ്പിന് പത്തറിടാൻ പോവും. അച്ഛൻ പോയിട്ട് വന്ന് കഴിയുമ്പോൾ അച്ഛന് കാപ്പി വേണം. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും എനിക്കും ഹർഷ എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഹർഷയ്ക്കും ഒക്കെ ചേർത്തിട്ട് ഒരുമിച്ച് നമ്മൾ കാപ്പിയൊക്കെ എടുക്കും കേട്ടോ. ചിലപ്പോൾ അവളായിരിക്കും എടുക്കണം, ഇല്ലേ ഞാനായിരിക്കും എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ശീലം എന്ന് പറഞ്ഞാൽ അമ്മ പഠിപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കൈ പൊള്ളുകയില്ല, ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആവി തട്ടുകയില്ല, ഇങ്ങനത്തെ കുടുക്കത്തവി വെച്ചിട്ട് ഒഴിക്കും. ഇപ്പോൾ എനിക്കും ഹർഷയ്ക്കൊക്കെ ഇത് ശീലമായി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്ക് പോവാണ്ട് ഒഴിക്കാനും പറ്റും, കൈയും പൊള്ളില്ല, നമുക്ക് ഭാരവും ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഇതേ നമ്മുടെ തക്കാളിക്കറിക്ക് അരച്ചെടുക്കാനായിട്ടുള്ള തേങ്ങയും ഉപ്പുമാവിനുള്ള തേങ്ങയൊക്കെ പെട്ടെന്ന് ഞാൻ ചിരണ്ടി എടുത്തു. അപ്പം ഞാൻ ഓൾമോസ്റ്റ് അടുക്കളയിൽ നിന്ന് പോകാറാകുമ്പോഴത്തേക്കും നമ്മുടെ ഹർഷാജി എത്തും. അപ്പോൾ അവൾ ഇത് എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ തക്കാളിക്കറിക്ക് ചേർക്കുവാണ് കേട്ടോ. പിന്നെ ഇനി ഞാൻ കടല വേവിക്കാനായിട്ട് വെക്കും, അവൾ അതിനുള്ളത് ചേർത്തോളും. പിന്നെ ഉപ്പുമാവിനുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പുമാവും അവൾ റെഡിയാക്കും. അങ്ങനെ നമ്മൾ എന്താ പറയുക, രാവിലത്തെ ഒരു വലിയൊരു ബഹളം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. അതേ കടല ഞാൻ വേവിക്കാനായിട്ട് വെക്കാൻ പോവാണ് കേട്ടോ. ഉപ്പുമാവും കടലക്കറിയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമില്ല, കുഞ്ഞിക്കൊക്കെ ഉപ്പുമാവിന് കറി വേണം. പിന്നെ കുറച്ച് പഴം ഇരിപ്പുണ്ട്. എനിക്ക് ഉപ്പുമാവും പുട്ടൊക്കെ പഴം കൂട്ടി കഴിക്കണതാണ് കേട്ടോ ഇഷ്ടം. എന്നിരുന്നാലും എന്താ പറയുക, കറി വെക്കാണ്ടിരിക്കാനും പറ്റില്ല നമുക്ക്. കാരണം വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. എങ്ങാനും ഇത്തിരി ലേറ്റായി പോകുന്ന ദിവസമാണ് പറയണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേൾക്കുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. കാരണം എല്ലാ വീട്ടിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാറി മറിഞ്ഞൊക്കെ വരാറുണ്ടാവില്ല. അങ്ങനെ ഞാൻ റൂമിൽ വന്നു, ബെഡൊക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കായിരുന്നു. അതൊക്കെ ഒന്ന് നീറ്റാക്കി ഒതുക്കി വെച്ചു. ഇതേ യൂണിഫോം എടുത്തിട്ടിട്ടുണ്ട്, അയൺ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. കാരണം വേർത്ത് കുളിച്ചായിരിക്കും അടുക്കളയിൽ നിന്ന് വരിക. അയൺ ചെയ്യുമ്പം വീണ്ടും നമുക്ക് ചൂടാണ്. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് അയൺ ചെയ്യൽ നടക്കില്ല. അപ്പോൾ രാവിലെ തന്നെ എന്താ പറയുക, അടുക്കളയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യണത്, ഇപ്പം കുഞ്ഞിക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് യൂണിഫോം അയൺ ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ മാത്രമേ ഉള്ളൂ. അത് അയൺ ചെയ്ത് വെച്ചിട്ടാണ് കുളിക്കാൻ പോവാറ്. അപ്പോൾ ഇതേ അയൺ ചെയ്യലും രാവിലെ ഒരു മല്ല് പിടിച്ച പണിയാണ്, എനിക്കിഷ്ടമില്ലാത്ത പണിയാണ്. ഇതേ കുളിച്ച് റെഡിയായി. ഇനിയിപ്പോൾ ചോറ് കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അതെല്ലാം പാക്ക് ചെയ്യലാണ് വേറൊരു പണി കേട്ടോ. നേരത്തെ എന്ന് പറഞ്ഞാൽ പാക്ക് ചെയ്യണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഈ ഗ്യാസിൻ്റെ ഇഷ്യൂ വന്നതുകൊണ്ട് നമുക്കിപ്പം പോകുമ്പോൾ ചോറൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ